വർഷത്തെ പഞ്ചായത്ത് ഇലക്ഷനുമായി 5-ാം വാർഡിലെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഇപ്രാവശ്യം ഇലക്ഷനിൽ വരും എന്നുള്ളൊരു അഭിപ്രായം ടോട്ടലായി വന്നിരുന്നു. അവസാന സമയത്ത് നിങ്ങളെ ഇലക്ഷനിൽ ഒരു ഭാഗത്തും കാൻഡിഡേറ്റ് ആയിക്കാണ്ട് കണ്ടില്ല. അതെന്തായിരുന്നു അതിൻ്റെ ഒരു കാരണം, വരാതെക്കാനുള്ള കാരണം? അതിൻ്റെ കാരണം എന്ന് വെച്ചുകയാണെങ്കിൽ പറയാനുള്ളത് പറഞ്ഞാൽ, ഞാൻ ഇലക്ഷനിൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഞാൻ നേരിട്ട പറഞ്ഞാൽ ഓരോ ഫോൺ കോളേജ് വരെ ഹോസ്പിറ്റൽ വിഷയമായിട്ടും പല പൊതുവിഷയങ്ങളിൽ മാത്രം ഇടപെടുന്ന ഒരാളാണ്. ആ ഇടപെടൽ എനിക്കൊരു പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ടിയിലോ ഒരു ഇലക്ഷനായിട്ട് നിൽക്കുകയാണെങ്കിൽ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല. എന്താ പറയുക, ഇപ്പോൾ ആകുമ്പോൾ എനിക്ക് എല്ലാവരും ഒപ്പ് ശേഖരണത്തെ കൂടി എനിക്ക് ചെയ്യാം. മറ്റേ എനിക്ക് എല്ലാ ആൾക്കാരും എനിക്ക് ഒപ്പിട്ടെന്നാണ്. അപ്പോൾ അതൊരു പാർട്ടി ആകുമ്പോൾ എനിക്ക് തന്നെ എതിർപ്പുകളും. ഞാൻ ഇടപെടുന്ന വിഷയങ്ങളെന്ന് പറഞ്ഞാൽ പൊതുവേ അറിഞ്ഞിട്ടാണെങ്കിൽ മനുഷ്യൻ്റെ ജീവനായിട്ട് ബന്ധപ്പെട്ട ഒന്നാമത്തെ കാര്യം തിരുനായക, രണ്ടാമത്തെ കാര്യം ഹോസ്പിറ്റൽ വിഷയങ്ങൾ, അവിടെ ഡോക്ടർമാർ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ അയക്ക് വരാൻ കാരണം എന്ന് വെച്ചാൽ, ഇതിൻ്റെ മുന്നേ ഞാൻ ഒരു രോഗിയായിട്ട് അങ്ങനെ എൻ്റെ ഒരു കാര്യം പറയാം, എൻ്റെ ഒരു അനുഭവം. അപ്പോൾ അത് നിൽക്കുമ്പോൾ ഒരു രോഗിക്കുണ്ടാണ് മാനസിക പിരിമുറുക്കം, അവരെ സഹായിക്കാതൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർ സഹായിക്കാൻ എൻ്റെ മനസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഞാൻ ചെയ്യും. അപ്പോൾ ഇത് ഒരു ഇതിലാവുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. ഇപ്പം ഈ 5-ാം വാർഡിലെ കാൻഡിഡേറ്റുകളൊക്കെ അവിടുത്തെ വോട്ടർമാർക്ക് നൽകുന്ന വാഗ്ദാനങ്ങളൊക്കെ എന്താണ്? അവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട്. റോഡിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ, അതേപോലെ വലിയ വിവാദമായ വള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇതുപോലത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതിലൊക്കെ അവിടുത്തെ കാൻഡിഡേറ്റുകൾ മറ്റേ നമ്മളെ വോട്ടർമാർക്ക് നൽകുന്ന മറുപടി എന്താണ്? അതിൽ എന്താണ് നമുക്ക് അടുത്ത പ്രതിനിധികൾ എനിക്ക് കിട്ടിയത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇലക്ഷൻ്റെ ഇതാണല്ലോ, ഇപ്പോൾ മഴയൊന്നുമില്ല, സ്കൂളിൻ്റെ വിഷയമാണ്. അത് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു വിഷയമാണ്. എന്ന് വെച്ചാൽ ആ വെള്ളത്തിൻ്റെ ഇതിൽ ഈ ഞങ്ങളുടെ അടുത്ത് നിന്ന് ഒപ്പിട്ട് കൊണ്ടേയല്ലോ, ഈ ഞങ്ങളെ പറ്റിക്കുകയാണോ, ഇത് കൊടുത്തിട്ട് എന്തായി? ഞാൻ പറഞ്ഞു പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഇലക്ഷനായി, ഇപ്പം മഴയില്ല, അതുകൊണ്ട് എനിക്ക് ഇടപെട്ടിട്ടില്ല. പിന്നെ അതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് ആരോപണങ്ങൾ ഞാൻ കേൾക്കേണ്ടി വന്നു. നിങ്ങളൊക്കെ ചോദിച്ച ചോദ്യം തന്നെയാണ്. ഇപ്പം ഞാനൊരു പാർട്ടിയിൽ നിന്നാലും ഇനിയൊരു വേറെ ഇതിൽ ഇലക്ഷനിൽ നിന്നാലും നിങ്ങൾ തന്നെ എനിക്ക് സമ്മർദ്ദം ഉണ്ടാവും. ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ സമ്മർദ്ദം. അത് ഏത് പാർട്ടിക്കും, ഒരു പാർട്ടിയല്ല, അവിടെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞാനും ആഗ്രഹിക്കും എല്ലാം പോകുന്നുള്ളൊരു ഭയം. അപ്പോൾ ഞാൻ ജനങ്ങളെ പറ്റിക്കാന്നുള്ള ഓട്ടോമാറ്റിക്കായിട്ടാവും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഓരോ വാർഡിലും മറ്റു വാർഡിൽ നിന്ന് ഒരു അതിഥി അയക്കാണ്ടാണ് ഒരു കാൻഡിഡേറ്റിനെ മത്സരിപ്പിക്കാൻ വരുന്നത്. അങ്ങനെ കൊണ്ടുവരുന്നതാണോ ഏറ്റവും നല്ലത്? അല്ലാന്നുണ്ടെങ്കിൽ ആ വാർഡിലെ ആളെന്നെ നിൽക്കുന്നതാണോ നല്ലത്? ആ വാർഡും ഇതായിട്ട് ഒരു ബന്ധമില്ല. വ്യക്തി ഒരു ഇലക്ഷനിൽ ആകെ നോക്കേണ്ടത് പറഞ്ഞാൽ, ഒന്ന് ആ വ്യക്തി ആൾക്കാരായിട്ട് എങ്ങനെയാണ്, ഏത് പാർട്ടിയൊക്കെ ആ ആൾക്കാരെടുത്ത് പോയ സംഗതി അത് നടക്കുന്നുള്ള അതിനുള്ള പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ കഴിയുക, അതിനുള്ള കഴിവുണ്ടോയെന്ന് ഏത് പാർട്ടിയിലും അത് മെത്രമാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ എൻ്റെ മക്കളെ പ്രായമൊക്കെ ഉള്ള കുട്ടികളെ ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ അണികളെ തേടി നടക്കേണ്ട അവസ്ഥയൊക്കെയാണ്. ഒരു മൊബൈലും തട്ടിയിട്ട് പോകും. അപ്പോൾ അണികളെ ഉണ്ടാക്കുക, അത് ചെയ്തു കൊടുക്കുക, സാധാരണക്കാരന് എന്താ ചെയ്യാൻ പറ്റണേ അത് ചെയ്തു കൊടുക്കുക. അപ്പം നമ്മൾ അണികളെ തേടി പോകണ്ട, അണികൾ നമ്മളെ തേടി വരും, നമ്മൾ വിളിക്കുന്നോടത്ത് വരും. അതാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു കാഴ്ച. അപ്പോൾ വരും ഇലക്ഷനിൽ നിങ്ങളെ വൈകാതെ നമുക്ക് പ്രതീക്ഷിക്കാം യൂണിസ് എന്നുള്ള പേരിൽ നിങ്ങളെ ഒരു പാർട്ടി അല്ലാത്ത രൂപത്തിൽ നിങ്ങൾ വരും ഒരു ഇലക്ഷനിൽ യൂണിസ് എന്നുള്ള പേരിൽ ഒരു കാൻഡിഡേറ്റ് ആയിക്കാണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? പക്ഷേ ഇതിനെക്കൊണ്ട് ഇതിലും കൂടി നിങ്ങൾ നാടിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇലക്ഷൻ വരും, തോൽക്കും, ജയിക്കും ഒക്കെ ചെയ്യും. പക്ഷേ നമുക്ക് ഇനി പഞ്ചായത്തിൽ ഇനിയും ഓരോരുത്തർ വരും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണം, നമുക്ക് ചെയ്യാൻ അത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൂടെ പരമാവധി ഈ നാട്ടുകാരെ സഹായം. ഏതായാലും ഇതിൽ നമുക്ക് കാര്യമായി പറയാനുള്ളത് 5-ാം വാർഡിലെ വികസനം എന്ന വിഷയമായി അടുത്ത ഇലക്ഷൻ കഴിഞ്ഞ് അതിലൊരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു വിജയിച്ച മെമ്പർക്ക് നിങ്ങളെ നല്ലൊരു നിർദ്ദേശം കൊടുക്കണം എന്നാണ്. അപ്പോൾ നിങ്ങളടുത്ത് എന്തേ പുതിയ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുമല്ലോ ഉണ്ടോ? എനിക്ക് ഇതുവരെ കിട്ടിയത്തോളമുള്ള നിർദ്ദേശം എന്താ വെച്ചാൽ, വികസനം കൊണ്ടുവരും. അവിടെ ഒരു കാര്യം പറഞ്ഞില്ല, നമ്മൾ 5-ാം വാർഡിൽ അത്യാവശ്യം നല്ല വികസനം വന്നിട്ടുണ്ട്. അതേ ആളെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ആളും വികസനം കൊണ്ടുവരുന്നതാണ്
അപ്പൊ ഞാൻ എല്ലാവരും ചോദിച്ചപ്പോൾ അവര് ആരാ ജയിക്കണത്, അവര് എന്തുകൊണ്ടും പറഞ്ഞത് വികസനം കൊണ്ടുവരുന്നതാണ്. ഇനി ബാക്കിയൊക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഓക്കെ, നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒന്നും കൂടി കണ്ട് നിങ്ങളുമായി സംസാരിക്കണം. ഗുഡ് ബൈ.